നമസ്കാരം. ജനയുഗം പൊളിറ്റിക് പ്രോബിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ആഹ്വാനവുമായി വിപ്ലവഭൂമിയായ പുന്നപ്രവയലാർ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴയിൽ നടന്ന CPI സംസ്ഥാന സമ്മേളനം സമാപിച്ചു. മുഹാലിയിൽ നടക്കുന്ന 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ആലപ്പുഴയിൽ ചേർന്ന സംസ്ഥാന സമ്മേളനം സെക്രട്ടറിയായി സഖാവ് ബിനോയ് വിശ്വത്തെയും തുടർന്ന് 9 കാൻഡിഡേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ 114 പേരടങ്ങുന്ന സംസ്ഥാന കൗൺസിലിനെയും 9 അംഗ കൺട്രോൾ കമ്മീഷനെയും പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളെയും തിരഞ്ഞെടുത്ത ശേഷം ഇന്റർനാഷണൽ ഗാനത്തോടെ പ്രതിനിധി സമ്മേളനത്തിന് സമാപനമായി. സംഘപരിവാറിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെയും ജനാധിപത്യ അവകാശങ്ങളെയും തകർക്കുന്ന ഗവർണർ പദവി ഒഴിവാക്കണമെന്ന് CPI സംസ്ഥാന സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. ഗവർണർ പദവി അനിവാര്യമായ ഒന്നല്ല. BJP ഇതര സർക്കാരുകൾക്കുള്ള സംസ്ഥാനങ്ങളിൽ RSS വേഷഭൂഷാദികൾ അണിഞ്ഞെത്തിയ ഗവർണർമാർ ഭരണം സമീപിച്ചിരിക്കുന്നു. നിയമസഭ അംഗീകരിക്കുന്ന നിയമങ്ങൾക്കും നിയമ ഭേദഗതികൾക്കും അംഗീകാരം നൽകുകയെന്ന കേവല ഉത്തരവാദിത്വം മാത്രമാണ് ഗവർണർക്കുള്ളത്. എന്നാൽ നിയമസഭയുടെയും സർക്കാരുകളുടെയും അധികാരം കവർന്നെടുക്കുകയാണ് സംഘ കുടുംബാംഗങ്ങളായ ഗവർണർമാർ. ഇവർ സ്വേച്ഛാധിപത്യ മനോഭാവത്തോടെ സർവകലാശാലകളിൽ RSS ദാസന്മാരെ വൈസ് ചാൻസലർമാരായി നിയമിച്ച് അക്കാഡമിക് കൗൺസിലിനെയും സെനറ്റിനെയും സിൻഡിക്കേറ്റ് ഭരണസമിതികളെയും നിർവീര്യമാക്കുന്നു. കറകളഞ്ഞ സംഘപരിവാറുകാരനായ അർലേക്കറും ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കുന്നതും ജനാധിപത്യ ധ്വംസനം നടത്തുന്നതും തുടരുന്നു. ഇതിനെതിരെ ശക്തമായ താക്കീതാണ് സമ്മേളനം നൽകിയത്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ പിന്തുണയും നൽകുകയാണ് അവിടുത്തെ BJP സർക്കാരിന്. അഴിമതി നിറഞ്ഞ BJP സർക്കാരിനെ താഴെ ഇറക്കാൻ ജനങ്ങൾ സന്നദ്ധമായ സാഹചര്യത്തിൽ പ്രതിപക്ഷ നിരയിലെ ഒരു പാർട്ടിയെ കോൺഗ്രസ് അവിടെ തങ്ങളുടെ തനിനിറം എടുക്കുകയാണ്. ഇല്ലാത്ത ശക്തിയുണ്ടെന്ന് വരുത്തി തീർക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ സഖ്യനീക്കങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ തുരങ്കം വെക്കുകയാണ്. 2020 ശേഷം സമാനമായി ഇത്തവണയും 243-ൽ 70 സീറ്റ് വേണമെന്നാണ് പിടിവാശി. വോട്ട് അധികാര യാത്രയുടെ വിജയം സംസ്ഥാനത്തുണ്ടാക്കിയ തരംഗത്തിൻ്റെ അവകാശികളാണ് തങ്ങളെന്ന കോൺഗ്രസിൻ്റെ അപക്വ നിലപാട് സീറ്റ് വിഭജന ചർച്ച വഴിമുട്ടിച്ചു. JMM, രാഷ്ട്രീയ ലോക് ജനശക്തി എന്നിവ കൂടി മഹാസഖ്യത്തിലേക്ക് എത്താനിരിക്കെ കോൺഗ്രസ് മുട്ടാതർക്കങ്ങളുമായി രംഗത്തുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവിനെ ഉയർത്തിക്കാട്ടാനും കോൺഗ്രസ് വിസമ്മതിക്കുന്നു. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കും എന്ന് AICC സെക്രട്ടറി കൃഷ്ണ അലറാവുവിൻ്റെ പ്രതികരണം അത് RJD ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ വലിയ അതൃപ്തി ഉണ്ടാക്കി. പുതിയ പാർട്ടികൾ വന്നാൽ RJD സ്വന്തം സീറ്റുകൾ വിട്ടു നൽകണമെന്നും അലറാവു പറയുന്നു. എല്ലാ മണ്ഡലത്തിലും താൻ തന്നെയാണ് മത്സരിക്കുന്നതെന്ന് തേജസ്വി യാദവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വോട്ട് അധികാര യാത്ര വിജയമായത് RJDയുടെ സംഘടനാശേഷി കൊണ്ട് മാത്രമാണ്. കോൺഗ്രസ് യാത്രയുടെ വിജയം അവകാശപ്പെടുന്നത് അധാർമികമാണെന്നും RJD നേതാക്കൾ കരുതുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 144 സീറ്റിൽ മത്സരിച്ച RJD 75 സീറ്റ് വിജയിച്ചപ്പോൾ CPI, CPIML, CPIM എന്നീ പാർട്ടികൾ ചേർന്ന് മത്സരിച്ച 29 സീറ്റിൽ 16 എണ്ണത്തിൽ മാത്രം വിജയിച്ചു. കോൺഗ്രസ് 19 ഒതുങ്ങി. മഹാസഖ്യ 110 സീറ്റ് നേടിയപ്പോൾ 125 സീറ്റുമായി NDA ഭരണത്തിലേറി. അന്നും കോൺഗ്രസിന്റെ സീറ്റാണ് കുറഞ്ഞത്. ജനയുഗം പൊളിറ്റിക് പ്രോബിൻ്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.